ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കുറേയധികം അലിഗേഷൻ. എനിക്ക് ഈ വിഷയത്തിലൊന്നും പറയാനില്ല. ഒന്നാമത്തെ കാര്യം, ഷൈൻ എന്ന് പറയുന്നത് ഒരു നല്ല ക്രിമിനലാണ്. അയാളുടെ ചില സംസാരങ്ങൾ ചില ചാനലുകളിൽ വന്നിരുന്നുകൊണ്ട് അയാളുടെ വർത്തമാനങ്ങളിലൊക്കെ തന്നെ അത് പ്രതിഫലിച്ച് കണ്ടിട്ടുമുണ്ട്. അതിന്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് അവരെ ഇന്റർവ്യൂ എടുത്ത പെൺകുട്ടികൾ ജോലി പോകുമെന്ന് ഭയന്നുകൊണ്ട് അവൻ കാണിക്കുന്ന എല്ലാ പോഷത്തരത്തിനും ഇരുന്നു കൊണ്ട് കിണിച്ച് മറുപടി പറഞ്ഞവർ തന്നെയാണ് അതിന്റെ ഉത്തരവാദികളെന്ന് ഞാൻ പറയും. എന്റെ വിഷയം അതല്ല, അൻസിബയാണ്. അൻസിബയെ നമ്മൾ കണ്ടത് പിന്നെ ബിഗ് ബോസ് ഷോയിൽ കൂടെയാണ്. ബിഗ് ബോസ് ഷോയിൽ അവൾ കാണിച്ച ഒരു മിടുക്കത്തരം ഇപ്പോൾ പബ്ലിക്കിൽ വന്നിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. പക്ഷേ അൻസിബ വെറും കൂറയാണെന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു പെണ്ണിന്റെ ശത്രു എപ്പോഴും ഒരു പെണ്ണായിരിക്കും എന്നുള്ളതാണ് വസ്തുത. അവിടെ ഒരു പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് നേരിടുന്നു, ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നതിന് പകരം സംഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന അൻസിബയാണ് ഞാൻ കാണുന്നത്. അൻസിബ ഒരു ചാനൽ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അൻസിബയെ വിളിക്കുന്നു. അൻസിബയുടെ അടുത്ത് AMMA എന്ന് പറഞ്ഞതുകൊണ്ട് അൻസിബയ്ക്ക് ചൂടാകുന്നു. സംഘടനയെ അപമാനിച്ചു, സംഘടനയെ അമ്മയെന്ന് പ്രൊനൗൺസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിമാൻഡ് വയ്ക്കുന്നു. അവരത് അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. ബിക്കോസ് അവർക്ക് അവരുടേതായ നിലപാടുണ്ട്. അമ്മ എന്ന പേരിലല്ല സംഘടന അറിയപ്പെടുന്ന, AMMA എന്ന് തന്നെയാണ്. അപ്പോൾ അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് മനസ്സിലാക്കുന്നവർ AMMA എന്ന് തന്നെ പറയാം, അല്ലാതെ അമ്മ എന്ന് പറയത്തില്ല. പുള്ളിക്കാരത്തേക്ക് അമ്മ എന്ന് വിളിച്ചില്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല എന്ന് പറയുന്നു. അൻസിബ പറയൂ എന്ന് വീണ്ടും പറയുമ്പോൾ അൻസിബയാണോ വാല്യൂ അതോ സംഘടനയാണോ, സംഘടനയെ പ്രതിനിധീകരിക്കുന്ന അൻസിബയാണ് വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നിന്ന് സ്കിപ്പായി പുള്ളിക്കാരത്തി വരുന്നു. ഇത് എന്താണെന്നറിയാം, ഉത്തരം വിട്ടുമ്പോൾ കൊഞ്ഞണം കുത്തി കാണിക്കും എന്ന് പറയുന്നില്ലേ, ആ സിസ്റ്റമാണ് അൻസിബ അതിനകത്ത് കാണിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അവർക്ക് ഉത്തരമില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഒരു സ്പീച്ച് ഉണ്ട്, അതൊന്ന് കേൾക്കാം. ക്രൈം ആയിട്ടല്ല ഞാൻ കാണുന്നത്, അത് അഡിക്ഷൻ എന്ന് പറയുന്നത് രോഗാവസ്ഥയാണ് അല്ലേ. ഇതിനൊരു രോഗാവസ്ഥ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ സഹായിക്കല്ലേ വേണ്ടത്. അപ്പോൾ 100% ലിറ്ററസി എന്ന് പറയുന്ന കേരളം അത് തന്നെയല്ലേ മാതൃകയാക്കേണ്ടത്. ഇത്രയും പേര് പെരുവഴിയിലാവുകയാണ്, നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? കുറ്റവാളി മുദ്ര കുത്തി കഴിഞ്ഞാല് ഒരു മനുഷ്യൻ തകർന്നു പോയി. ഡോട്ടില്ല, ഇല്ലാത്തൊരു ഡോട്ട് ആരിടുന്നു? ഒരു സംഘടന എന്ന് പറയുമ്പോഴും എല്ലാവരും മഹാന്മാരും മഹതികളും ആയിരിക്കും. ഒരിക്കലും അല്ല. എനിക്ക് റെസ്പെക്ട് തരാത്ത, അല്ലെങ്കിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന സംഘടനയ്ക്ക് റെസ്പെക്ട് തരാത്ത ഒരു വ്യക്തിയോട് ഞാൻ സംസാരിക്കണം. ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നതും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഈ സമൂഹത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ അമ്മ എന്ന് പറയുന്ന സംഘടന ഈ സമൂഹത്തിന് നല്ല കാര്യമല്ലേ ചെയ്യുന്നത്? പിന്നെ അതുമായി ഭയങ്കര നന്മയാണ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് ഉടനീളം പുള്ളിക്കാരത്തി പറയണത് ഇതൊരു അഡിക്ഷൻ ആണ്, അല്ലാതെ അതൊരു അസുഖം പോലെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഏത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു അസുഖമാണ്, അല്ലാതെ അതൊരു പ്രോബ്ലം അല്ല. അഡിക്ഷൻ എന്ന് പറയുന്നത് അസുഖമാണെന്നാണ് പുള്ളിക്കാരത്തിയുടെ കണ്ടുപിടുത്തം. തന്നെ റെസ്പെക്ട് ചെയ്തില്ലെന്നാ പറയണത്. എന്ത് റെസ്പെക്ട് ആണ് ഡിവോച്ചേ നിനക്ക് വേണ്ടത്? എന്താ റെസ്പെക്ട് ചെയ്യേണ്ടത്? അമ്മ എന്ന സംഘടനയെ പറ്റി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, മാസങ്ങളായി ഇവിടെ ചർച്ച വന്നിട്ട് ഈ പറഞ്ഞ കുറ്റവാളികൾക്കെതിരെ എന്ത് ആക്ഷൻ എടുത്തു അമ്മ? സിദ്ദിഖാണ് അതിന്റെ മെയിൻ കൊണാണ്ടറായിട്ടിരുന്നത്. അവൻ റേപ്പ് ചെയ്ത പെണ്ണ്, അവൻ കഴിച്ച മീൻകറി ഉൾപ്പെടെ കൃത്യമായ കാര്യം പറഞ്ഞു. പോലീസ് അത് വെരിഫൈ ചെയ്തു, കണ്ടെത്തി, കറക്റ്റായിട്ട് എവിഡൻസ് ഉൾപ്പെടെ കൊണ്ടുവന്ന് വെച്ച് അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇട്ട് ഓടിക്കുന്നത് കണ്ടു. മുകേഷിനെ എത്ര പേരെ പറഞ്ഞവന്മാരൊക്കെ തന്നെ പ്രശ്നമാണെന്ന്. അതിൽ ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കി എല്ലാ എണ്ണവും ഇത് തന്നെയാണ് മെയിൻ പരിപാടി എന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ അതിനെപ്പറ്റി സംസാരിക്കും? ഇവളൊക്കെ ഉണ്ടല്ലോ, ആര് പായ് വിരിച്ചാലും കിടക്കും. അങ്ങനെയുള്ളവർക്കാണ് ഇത്തരത്തൊന്നും ഒരു വലിയ വിഷയമായിട്ട് തോന്നാത്തത്. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യം പറയുമ്പോൾ അത് വളരെ ലൈറ്റണായി അതൊരു പ്രശ്നമാണോ എന്ന് ചോദിക്കുന്ന ഒരു പ്രത്യേകതരം മനസ്സുള്ളവർ ഇങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ളവരായിരിക്കും. ആര് വിളിച്ചാലും പോയി കിടന്നു കൊടുക്കും. അവർക്ക് കിട്ടേണ്ടത് അവസരങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അതിനകത്ത് വീണ്ടും ഇതേപോലെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് ഒരു പെൺകുട്ടി വന്ന് പുറത്തേക്ക് പറയുകയാണ്. സ്വാഭാവികം അത് ആരെങ്കിലും പറഞ്ഞില്ലല്ലോ എന്നുള്ള വേദനയായിരുന്നു എനിക്ക്. കാരണം അവന്റെ ഓരോ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ ചേരിപ്പൂരി അടിക്കാൻ തോന്നും നമുക്ക് പെണ്ണുങ്ങൾക്ക്. ചില നേരത്തെ അവന്റെ കൊഞ്ചലും അവന്റെ ഒരു എക്സ്പ്ലനേഷൻ, ഡബിൾ മീനിങ്ങും. ബോച്ചയെ പോലും പോലീസ് പിടിച്ചിട്ടുണ്ട്. ബോച്ച എന്ന് പോലും എന്ന് പറയുമ്പോൾ അയാൾ അത്രയും പണക്കാരനാണെന്ന്, അത്രയും വാസ്തവമുള്ള മനുഷ്യനാ. പക്ഷേ അയാൾ നന്മ പ്രവർത്തിയും ചെയ്യുന്നുണ്ട്, അത്രയും ആളുകളുടെ സപ്പോർട്ടുള്ള മനുഷ്യനാ. എന്നാൽ പോലും ഒരു പെൺകുട്ടിയെ, അതും ഡ്രസ്സിൽ കൂടെ തന്റെ ശരീരഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ഹണി റോസിനെ പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളുകൾ ബോച്ചയ്ക്കെതിരെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതി ആർക്ക് അനുകൂലമാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ രാജ്യത്തിന്റെ പെരുമ പറയുന്ന അൻസിബയോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. വൃത്തികെട്ട പെണ്ണാണ് നീ എന്ന് ഞാൻ പറയും. നീ അപ്പോൾ അതിനകത്ത് കാണിച്ചത് കള്ളത്തരമല്ലേ?
നിനക്ക് മുംതാസിന്റെ പിന്നെ അവളുടെ നേരെ ജാസ്മിന്റെ നേരെ കാണിച്ചതൊക്കെ കള്ളത്തരമായിരുന്നു എന്നല്ലേ വസ്തുത. അപ്പൊ കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കിയാണ് നിന്നെ എടുത്ത് തൂരെ എറിഞ്ഞെന്നുള്ളത് കൃത്യമല്ലേ? നീ മനുഷ്യശ്രീയാണോടി? എന്ത് വർത്തമാനാ നീ പറയുന്നേ? നീ അവളൊരു ഡീസന്റ് ഗേളായിട്ട് അങ്ങ് ചമയ്യാണ്. അതെന്താ? എന്തെങ്കിലും ഒരു പൊസിഷൻ തന്നാ ഉടനെ നിന്റെ അമ്മയ്ക്ക് പ്രോഗ്രാം ചെയ്താലും കുഴപ്പമില്ലെന്നാണോ അതിന്റെ അർത്ഥം? എന്ത് വൃത്തികെട്ട ആറ്റിറ്റ്യൂഡുള്ള പെണ്ണാണെന്ന് ആലോചിച്ച് ചോദിക്കുകയാണ്. AMMA എന്ന് പറഞ്ഞു പോലും അതൊരു അപമാനമാണോ? ആ സംഘടനയുടെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ആ സംഘടനയുടെ രീതി അതല്ലേ AMMA? എന്തുവാ അതങ്ങനെ തന്നെയല്ലേ? അമ്മ എന്നാണോ? ആ അമ്മ എന്ന് പറയുന്നത് അത് കൂട്ടി വായിക്കുമ്പോൾ വരുന്നതല്ലേ? സംഘടനയുടെ ഇത് AMMA എന്ന് തന്നെയാണ്. ഇത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അപമാനിച്ചുകൊണ്ട് ഇവൾ അവിടെ നിന്ന് വാക്കൗട്ട് ആവുകയാണ്. അവളെ അപമാനിക്കുന്ന ഇവളാരെങ്കിലും വിളിച്ച അൻസിബ ആര്? അൻസിബ ഒരു കോ-ആക്ട്രസ് ആണ്, ഒന്നുമല്ല, അതിനപ്പുറം വേറൊന്നുമല്ല. സഹ നടി, അത്രയേ ഉള്ളൂ. മെയിൻ നടി പോലും അല്ല, സഹ നടി. മീനായിരുന്നു അതിനകത്ത് മെയിൻ ഹീറോയിൻ. സഹനടിയായ ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട പരിഗണനയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല പിന്നെന്താ തൂക്കി തലയെ വെക്കണോ? ആരാ ഇപ്പോ ഈ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മുഖം മാറ്റി വെക്കുന്ന ആൾക്കാരാണ് ആർട്ടിസ്റ്റ്. മുഖത്ത് കുറെ സാധനങ്ങൾ വലിച്ചു വാരി തേച്ചുകൊണ്ട് നിന്ന് സംവിധായകൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ എടുത്ത് ഛർദ്ദിക്കുന്ന കുറെ മനുഷ്യരാണ് ആർട്ടിസ്റ്റ്. അങ്ങനെയാണോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവേണ്ടത്? പണ്ട് കാലഘട്ടങ്ങളിലുള്ള നടിമാരെ നോക്കുക, എന്താ പെർഫോമൻസ്. അവരൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് ഇന്നും ഷീലാമ്മ പോലും ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ പൃഥ്വിരാജിന് വേണ്ടി സപ്പോർട്ട് പറയുന്നുണ്ട്. അതൊക്കെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആർട്ടിസ്റ്റുകൾ. ഇത് ആ സിനിമ നിർമ്മിച്ചതാര്? അതൊക്കെ ഉത്തരവാദിത്വ ബോധമുള്ള മനുഷ്യന്മാരാണ്. അവരെയൊക്കെ അങ്ങോട്ട് നീക്കി നിർത്തിയിട്ട് ഇതുപോലെ ചളുങ്ങാ പുളുങ്ങാന്ന് കാണിക്കുകയും തോളം ഒടിഞ്ഞ കണക്ക് കിടന്ന് കാണിച്ച് പെണ്ണുങ്ങളുടെ പിറകെ പെണ്ണുങ്ങളുടെ ചന്തി പിടിച്ച് നടക്കുന്നവനിക്ക് മാത്രം ഒരു അക്സെപ്റ്റൻസ് കൊടുക്കുന്ന വൃത്തികെട്ട ഒരു സമൂഹം നമുക്കുണ്ട്. അതാണ് വസ്തുത. ഇവക്കൊരു പൊസിഷൻ കൊടുത്ത ഉടനെ ഇവള് ബാക്കിയെല്ലാം അങ്ങ് മറക്കുകയാണ്. അഡിക്ഷനാണ്, അവരെ ഒഴിവാക്കരുതെന്ന്. നീ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടിരുത്ത്, അതാ നല്ലത്. എന്നിട്ട് അവനെ തിരുത്താൻ നോക്ക്. നീ കൊടുക്കോ പെണ്ണ്? നീ കല്യാണം കഴിക്കാൻ തയ്യാറാണോ അവനെ? ചിലപ്പോൾ തയ്യാറാവും, കാരണം അവന് പൈസ ഉണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയുമായിരിക്കും. അല്ലാത്ത പക്ഷം ഒരിക്കലും അത് അവരവരുടെ വീട്ടില് ഇപ്പോൾ എൻ്റെ വീട്ടിലെ പയ്യൻ കഞ്ചാവ് അടിക്കണമെന്ന് വെക്കാം, എനിക്കത് സന്തോഷമായിരിക്കും. ചിലപ്പം എനിക്കത് വലിയ പ്രോബ്ലം ആയിട്ട് തോന്നിയല്ലോ, അവൻ കഞ്ചാവല്ലേ അടിക്കണത്, അവൻ നന്നാവട്ടോ, അവൻ ശരിയാവട്ടോ. ആരിഫ് ഹുസൈൻ്റെ ഉമ്മ പറയുന്ന കണക്ക് എൻ്റെ മോൻ നന്നാവും കേട്ടോ, അവൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നവരുണ്ടാവും. ഇതങ്ങനെയല്ലല്ലോ. ഇവൻ കഞ്ചാവ് അടിക്കുക മാത്രമല്ല, കഞ്ചാവിന്റെ ആ എഫക്റ്റ് കാണിക്കുന്നത് മറ്റു പെൺകുട്ടികളുടെ അടുത്താണ്. പെൺകുട്ടികൾ ഇന്റർവ്യൂവിന് വന്നിരുന്ന അവളുമാരെടുത്ത് മോശം പറയുക, സഹനടിമാരെ ഉപദ്രവിക്കുക. ചിലപ്പോൾ അൻസിബയ്ക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല. അൻസിബയെ തൊടുകയോ തലോടുകയോ മോശമായിട്ടുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് പറയുകയോ ഒക്കെ ചെയ്താൽ അൻസിബ അത് അഡിക്ഷനാണ്, അതൊരു അസുഖമാണ് എന്ന് മനസ്സിലാക്കി ക്ഷമിച്ചു കൊടുക്കുമായിരിക്കും. ഗോവിന്ദചാമി ഇറങ്ങി വന്നാലും അൻസിബയെ കയറി പിടിച്ച് അൻസിബ പറയും അവൻ ഒരു അഡിക്റ്റഡ് ആണ്, അവനൊരു പ്രശ്നക്കാരനല്ല, അവനൊരു അഡിക്ഷനാണ്, അസുഖം മാറുന്നവരവനെ പിടിച്ചോട്ടെ എന്ന് പറയുമോ? അവനവൻ ഇരിക്കേണ്ടവിടത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറൊരാൾ കയറി ഇരിക്കുമെന്ന് പറയുന്നതിൻ്റെ പോലെയാണ് അൻസിബയ്ക്ക് കിട്ടിയ പൊസിഷൻ. അൻസിബ അത് അർഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് അൻസിബയുടെ വാക്കുകളിൽ കൂടെയുണ്ട്. ഒരു സ്ത്രീക്ക് നേരിട്ട അപമാനത്തിന് ഇപ്പൊ ആ പെൺകുട്ടി മാപ്പൊക്കെ കൊടുത്തത് ഒതുങ്ങിയിട്ടുണ്ട്. കാരണം വേറെ എന്താ ചെയ്യാനാ? കൂട്ടത്തോടപ്പുറത്ത് നിൽക്കില്ലേ, പെണ്ണുങ്ങൾ ഉൾപ്പെടെ നിൽക്കിയല്ലേ. ആ പെൺകൊച്ച് പറഞ്ഞതിൽ എന്താ തെറ്റ്? ധൈര്യസമയത്ത് അത് പുറത്തു സമയം പറയാൻ കാണിച്ച ആർജവത്തിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പകരം അൻസിബമാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇവിടെയൊക്കെയാണ് സോഷ്യോപാത്ത് എന്ന് പറയുക. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് മുമ്പിൽ ഇവരുടെയൊക്കെ പിക്ചർ ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര നല്ല ക്യാരക്ടറാണ്. ഇവളുടെ ക്യാരക്ടർ റിവീൽ ആയത് ഈ ഒരു ഇതിനകത്താണ്. അതുവരെ പലരും വിശ്വസിച്ചിരുന്നത് പോലെ ഇവളൊരു കള്ളിയാണെന്നും ഇവൾ അഭിനയിക്കുകയാണെന്നും ഒക്കെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റ്സ് കറക്റ്റ് ആണെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു അൻസിബ ഇപ്പോൾ പ്രവർത്തിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. വളരെ വൃത്തികെട്ട രീതിയിലാണ് എനിക്ക് ഈ പെൺകുട്ടിയുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒബ്ജക്ഷനാണ് ഇവിടെ പറയാൻ വന്നത്. തീർത്തും പരാജിതയായ വൃത്തികെട്ട മൈൻഡ് സെറ്റുള്ള ഒരു പെണ്ണിന് ഏർപ്പെട്ട അപമാനം അവൾ തുറന്നു പറയുമ്പോൾ അവൾക്കൊപ്പം നിൽക്കുകയാണ്. പൊസിഷൻ നോക്കരുത്. അത് ചെയ്തൊരു വ്യക്തിയുണ്ട്, ഖുശ്ബു. കോൺഗ്രസ് വിട്ട് BJP പോയെങ്കിലും ഗുജറാത്തിലെ പെൺകുട്ടികൾക്ക് നേർപ്പെട്ട ആ അപമാനം, ഗുജറാത്തിലെ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊന്നവന്മാരെ പുറത്തേക്ക് വിട്ട ആ ഒരു ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി പോലും വേണ്ട, പൊസിഷൻ പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരാൻ കാണിച്ച മാനസിക വലിപ്പമുണ്ടല്ലോ, അത് പറയാതെ പാടില്ല. അങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് വേണ്ടത്. ഇവളൊക്കെ ഒന്നും പറയാനില്ല. എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ എതിരഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും വെക്കാനോ കാണിക്കാനോ ഒന്നും താല്പര്യമില്ല. ഇതിൻ്റെ കൂടുതൽ വിഷയങ്ങൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ, കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവൾ കുറേ പറയുന്നുണ്ട് ആ വീഡിയോയിൽ. ഇവൾ കുറേ ന്യായങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഇങ്ങനെ അങ്ങ് കുഴഞ്ഞങ്ങ് പറയുന്നുണ്ട്. എനിക്കത് തീർത്തും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ വന്നത്.
ആളുകളുടെ അടുത്തു നിന്നും ഒക്കെ വിവരം ശേഖരിച്ചിട്ട് അതിന്റെ ഒരു റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് അല്ലേ അമ്മ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? അതെ അതെ. അപ്പൊ അത് നമ്മള് വൈകാതെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ടെന്നോ അതിപ്പോ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഷൈൻഡോ ജാക്കോ ഇപ്പൊ അറസ്റ്റിലായിരിക്കാണ്, ചോദ്യം ചെയ്യാൻ. അപ്പോ അങ്ങനെ ഒരു അറസ്റ്റിലായ സാഹചര്യത്തില് എന്തായിരിക്കും ഇനിയുള്ള നിലപാട്? സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അങ്ങനെയുള്ള നിലപാട്, ഒരാളുടെ തൊഴിൽ നിഷേധിക്കുന്ന ഒരു നിലപാട് എടുക്കുമോ, വിൻസിക്കൊപ്പം നിൽക്കുമോ? ഞാനിപ്പോ അറിഞ്ഞൊരു ന്യൂസാണിത്. അപ്പോ അമ്മയെ റെപ്രസെന്റ് ചെയ്തിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്റെ ഒറ്റയ്ക്കുള്ള അഭിപ്രായം ആയിരിക്കില്ല അമ്മയുടെ അഭിപ്രായം, അല്ലെ? അത് നമ്മൾ എല്ലാരും കൂടെ തീരുമാനിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ആയിരിക്കും അമ്മയുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് പറയാം. ഇപ്പൊ പേഴ്സണലി അൻസിബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായമായിട്ട് ഞാൻ പറയാം. ഒരാള് ഇപ്പം പിടിക്കപ്പെട്ടു, അഡിക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതില് സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്ന ഇത് വെച്ചിട്ട് ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയാണ്. അഡിക്ഷൻ ഉണ്ട് എന്ന് ഒരാള് പറയുകയും അത് അഡിക്ഷൻ ഉണ്ട് എന്ന് അത് ഉറപ്പിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രൈം ആയിട്ടല്ല ഞാൻ കാണുന്നത്. അത് അഡിക്ഷൻ എന്ന് പറയുന്നത് രോഗാവസ്ഥയാണ്, അല്ലെ? അങ്ങനെ ഒരു രോഗാവസ്ഥ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ സഹായിക്കല്ലേ വേണ്ടത്. അയാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്താണോ നടപടിക്രമങ്ങൾ അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഭാഗത്തുനിന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നൽകണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അവനൊരു ജീവിതം കൊടുക്കാൻ സീവ, ഓനെ കല്യാണം കഴിച്ച് നീ വീട്ടിൽ കൊണ്ടുപോയിക്ക്, അങ്ങനെ ചെയ്. ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് സ്വസ്ഥത ഉണ്ടാവട്ടെ. അവന്റെ അഡിക്ഷൻ കാരണം മറ്റുള്ള പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു. കൂടെയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം അതൊരു അഡിക്ഷനാണ്, അത് പ്രശ്നമാണ്. അവനത് പരിഹരിക്കുന്നത് വരെ അവന്റെ ഒപ്പം നിൽക്കണമെന്ന് എല്ലാവരും വിചാരിക്കുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. അവന് വീണ്ടും ജോലി കൊടുക്കുന്നു, വീണ്ടും അവന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുന്നു. അങ്ങനെയുള്ള അവനെ സംരക്ഷിച്ച് നീ കൂടെ വീട്ടിൽ കൊണ്ടിരുത്തിയത് അതാണ് നല്ലത്. ഏറ്റവും നല്ല പരിപാടി അതാണ്. അൻസിബ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. അൻസിബയെ പോലുള്ള വ്യക്തികൾ ഇനിയും ഉണ്ടാവട്ടെ നമ്മുടെ സമൂഹത്തിൽ. കാരണം ഇതൊക്കെ കണ്ട ഉടനെ അഡിക്ഷൻ ആണെന്ന് തോന്നി അങ്ങനെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്. ചില ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ തന്നെ പ്രശ്നമാണ്. അമ്മമാർ ഇങ്ങനെ കൈ പിടിച്ച് കളിക്കുക, റോഡ് ചെയ്യുന്നുണ്ട്, തുണി പൊക്കി കാണിക്കുക, ഇതൊക്കെ ഉണ്ട്. അതും ഒരു അഡിക്ഷനാണ്. അൻസിബയ്ക്ക് ആ അഡിക്ഷനോട് എന്താണ് താല്പര്യം? ഒരു വ്യക്തിത്വമില്ലാത്ത പെണ്ണായി പോയല്ലോടി നീ. ഇനി ഇത് നീ സംഘടനയുടെ പേരിൽ പറഞ്ഞെങ്കിൽ ഞാൻ മിണ്ടൂലായിരുന്നു. നീ നിന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. ഈ പെണ്ണിന് ഒരു ബോധവും ഇല്ല എന്നുള്ളതിന്റെ തെളിവാണിത്. അഭിനയ സിംഗം, കട്ടിൽ റാണി എന്ന പേരിട്ടത് കറക്റ്റാണെന്ന് തോന്നുന്നു. എനിക്കിത് തീർത്തും ദേഷ്യം വരുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞു പോകും, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.